എല്ലാ ആശുപത്രികളും സന്ദർശിച്ചു. സംഭവസ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ 30% പൊള്ളലേറ്റ ഒരു സ്ത്രീ ആരോഗ്യമന്ത്രി ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതിപ്പോൾ ഞങ്ങൾ ഉള്ളപ്പോഴും ആരോഗ്യമന്ത്രി ചോദിച്ചപ്പോൾ അവരത് പറഞ്ഞു. അതായത് ഈ കൂടുതൽ അപകടം അവിടെ നിൽക്കുന്നുണ്ടാവും കോൺഗ്രസ്സിൽ. കൂടുതൽ അപകടം ഒഴിവാക്കാനായത് യഥാർത്ഥത്തിൽ ഈ അപകടങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആദ്യം ഒരു പ്രസ്താവന ഇവർ നടത്തുന്നുണ്ട്. എല്ലാ കൂടിച്ചേരലിലും ഈ യഹോവ സാക്ഷികളുടെ യോഗത്തിൽ ആദ്യം ഒരു പ്രസ്താവന നടത്തുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരും ഓടാൻ പാടില്ല, മെല്ലെ ശാന്തമായിട്ട് പോകണം, അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ. ഒരു അപകടം സംഭവിക്കുന്ന നില വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം എല്ലാ പരിപാടികളിലും നടത്തുന്നതാണ് പറയുന്നത്. അത് ഈ ഓരോ ദിവസവും നടത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു ബോധം ഇവരെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ വല്ലാതെ ഇങ്ങനെ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാതെ ഓടിയുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല, ആ ഓട്ടങ്ങൾ ഇല്ലാതായതെന്നും പറയുന്ന നിലയുണ്ടായി. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോഴും നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരുണ്ട്. പക്ഷേ ഡോക്ടർമാർ നല്ല പ്രതീക്ഷയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൽ ഈ തീപിടുത്തത്തിൻ്റെ അവസ്ഥയാവുമ്പോൾ ഒരു 40-50% അധികമാകുമ്പോഴുണ്ടാകുന്ന റിസ്ക് ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്നാൽ അവരെ എല്ലാ സ്ഥലത്തുമുള്ള ഡോക്ടർമാർ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പൂർണ്ണ അപകടാവസ്ഥ പെട്ടെന്ന് എന്ന നിലയിൽ അവർ കാണുന്നില്ല. പക്ഷേ ചിലരുടെ കാര്യത്തിൽ എന്തും സംഭവിക്കാമെന്നൊരു നിലയും അവരതോടൊപ്പം പറയുന്നുമുണ്ട്. ഏതായാലും എല്ലാ ഹോസ്പിറ്റലുകളിലെയും ഡോക്ടർമാർ, അവിടുത്തെ ആശുപത്രി സംവിധാനമാകെ നല്ല അർപ്പണബോധത്തോടെ തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അത് ഈ ഡോക്ടറും കിടക്കുന്ന രോഗിയും തമ്മിലുള്ള ബന്ധം അത് അവരുടെ സംസാരത്തിലൂടെ നല്ലതുപോലെ വ്യക്തമാകുന്നില്ല. ഇപ്പോൾ ഒരു ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും അവരെല്ലാം നല്ല പരിചയക്കാരെ പോലെ സംസാരിക്കുന്നൊരു നില വരുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഇവരെ പരിചരിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ പൊതുവിൽ ചികിത്സാ രംഗത്ത് നല്ല നിലക്കുള്ളൊരു സമീപനമാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാർട്ടിൻ സമ്മതിച്ച കാര്യങ്ങളുണ്ട്, അതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ മറ്റെന്തെങ്കിലും മാനമുണ്ടോ എന്ന കാര്യവും സ്വാഭാവികമായും അന്വേഷണ ഏജൻസി പരിശോധിക്കും. നേരത്തെ പ്രസ്താവിച്ചതുപോലെ ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്. അതിൽ ATSൻ്റെയും ഫിംഗർ പ്രിൻറ്റിൻ്റെയും ഒക്കെ വിദഗ്ധർ അടങ്ങിയിട്ടുണ്ട്. DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ, അന്വേഷണ നില നോക്കിയാൽ നല്ല നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതികരണമെടുത്താൽ ഇന്ന് കാലത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്നൊരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൻ്റെ സംയുക്ത പ്രസ്താവന ഇതിനകം നിങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും.
കേരളത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സൗഹാർദ്ദവും സാഹോദര്യവുമാണ്. ആ സൗഹാർദ്ദവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കണമെന്നും അതിനൊരു തരത്തിലുള്ള പോറലേൽപ്പിക്കാൻ പാടില്ലെന്നും അങ്ങനെ പോറലേൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും സമൂഹം പിന്തുണ നൽകരുതെന്നും അവരെ ഒറ്റപ്പെടുത്തണമെന്നും ഒക്കെയുള്ള ആഹ്വാനമാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായി, സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായി നാടിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. നല്ല പ്രതികരണമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളും അതായത് മാധ്യമങ്ങളും പൊതുവെ നല്ല നിലയിലാണ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ ഊഹാപോഹങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രചരണങ്ങൾ, അതൊന്നും അവരവരുടെ നിലയിൽ അടിച്ചുവിടരുത്. അനധികൃതമായ വാർത്തകൾ, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നുള്ളത്. അതിൽ കണ്ട ഏറ്റവും പോസിറ്റീവായ കാര്യം അത് എല്ലാ മാധ്യമങ്ങളും നല്ല നിലയിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിലും കേരളം നല്ല മാതൃക തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതീവ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെങ്കിലും കേരളത്തനിമ നമുക്കിതിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇതാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. അല്ല, അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ മാർട്ടിൻ ഇപ്പോൾ പ്രസ്താവിച്ച കാര്യങ്ങളുണ്ട്. ആ പ്രസ്താവിച്ച കാര്യങ്ങൾക്ക് പുറമെ വല്ലതുമുണ്ടോ? ആ കാര്യം അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ട കാര്യമാണ്. അത് സ്വാഭാവികമായി പോലീസിൻ്റെ അന്വേഷണ രീതിയിൽ പെടുന്നതാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ അന്വേഷണങ്ങൾ ഇപ്പം തന്നെ അതിൻ്റെ മുറക്ക് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം അത് നമുക്കൊരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. അത് ഏതായാലും ആ ഭാഗം ഒരടഞ്ഞ അധ്യായമല്ല എന്ന് നാം കണക്കാക്കണം. കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനം വല്ലാതെ വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഒരു പത്രത്തിലാണ് നടത്തി പറഞ്ഞത്. അത് എസ്പെഷ്യലി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വല്ലാതെ വർഗീയ പ്രവർത്തനം വർദ്ധിക്കുന്നു. അതിന് ഒരു തടയിടാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു, സർക്കാരിന്റെ പിഴവ് മറച്ചു വയ്ക്കാൻ വേണ്ടി ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ ആരംഭിച്ചത്. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറ്റിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതി അദ്ദേഹം സ്വീകരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അദ്ദേഹം ഓർക്കേണ്ടിയിരുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം രാജ്യത്തിൻ്റെ ഒരു മന്ത്രിയാണ്. ആ മന്ത്രിക്ക് അന്വേഷണ ഏജൻസികളിൽ വിശ്വാസം വേണം. ഇവിടെ പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനും ആവശ്യമായെങ്കിൽ മറ്റു തരത്തിൽ പിന്തുണ കൊടുക്കാനും ഒക്കെ കേന്ദ്ര ഏജൻസികൾ ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ ദൗർഭാഗ്യകരമായ സംഭവമാണ്, പോലീസ് ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രത്യേക സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടാം. ഇതാണ് ഞാൻ അദ്ദേഹത്തെ അറിയിച്ച കാര്യം. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട നിലക്ക് കാണേണ്ടതല്ല. രാജ്യത്തിൻ്റെ ഭാഗമായി ഉള്ളൊരു സ്ഥലത്ത് നടക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ പ്രത്യേകമായ ഇടപെടൽ കേന്ദ്രം നടത്തേണ്ടത് ഒരു ഘട്ടം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ അതിന് തയ്യാറാകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ അന്വേഷണം, അപ്പോൾ ഈ വിവരങ്ങളൊന്നും വന്നിട്ടില്ല, ഈ അന്വേഷണം ആരംഭിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യം, എന്തെങ്കിലും പ്രത്യേക സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടാമെന്നാണ്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ എല്ലാം നമുക്കറിയാമല്ലോ, നല്ല വഴിക്ക് നീങ്ങി എന്നുള്ളത്. ഈ സാധാരണ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട ഒരു സമീപനം ഈ തരത്തിലാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്ന് പറഞ്ഞതല്ല, ഇന്നലെ തന്നെ ഇത് പറഞ്ഞു. സാധാരണ നിലക്കൊരു വിടുവായൻ പറയേണ്ട ഒരു കാര്യമാണത്. അതൊരു മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ കേരളത്തിൻ്റെതായ തനിമ തകർക്കൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇതിൻ്റെ ഭാഗമായി പിന്നെ ഒരു മറയുമില്ലാതെ
അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പിന്നീട് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടത്. അതൊരു പ്രത്യേക വിഭാഗത്തെ താറടിക്കാൻ വേണ്ടിയായിരുന്നു, പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. നമുക്കതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അത്തരമൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരാണ്. പക്ഷേ കേരളം അതല്ല. കേരളം എല്ലാ കാലത്തും അത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത ഇവിടെ നാം പുലർത്തിപ്പോരുന്ന സൗഹാർദ്ദവും സാഹോദര്യവും തന്നെയാണ്. ഇവിടെ ഒരു വർഗീയതയോടും പ്രത്യേക വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാറില്ല. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് എപ്പോഴും വർഗീയതയോട് സ്വീകരിക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മതനിരപേക്ഷത നല്ല രീതിയിൽ പുലരുന്ന ഒരു നാടായി കേരളം നിൽക്കുന്നുണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു തുരുത്തു പോലെയാണ്. അത് രാജ്യവും ലോകവും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ വികലമായ മനസ്സുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കേരളത്തിലെ LDFനെ കുറ്റം പറയേണ്ടതുണ്ടാവും, LDF ഗവൺമെൻറ്റിനെ കുറ്റം പറയേണ്ടതുണ്ടാവും, വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കാനുണ്ടാവും. പക്ഷേ അതൊന്നും കേരളത്തിൻ്റെ തനിമയെ തകർക്കാൻ ഇടയാക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് കഴിയുന്ന ആളുകൾ അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. കാരണം വലിയൊരു കോസ്റ്റ് വരും. അല്ല, കേരളത്തിൽ ഇക്കാര്യത്തിലൊന്നും ഒരു ആശങ്കയും സാധാരണ ഉണ്ടാകാറില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും കേരളത്തിൽ സർക്കാർ നിർവഹിച്ചു പോകാറുണ്ട്. അത് ഇക്കാര്യത്തിലും സർക്കാർ തന്നെ നിർവഹിക്കും. ഒരു ആശങ്ക ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല.